ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും മെറ്റീരിയൽസൊക്കെ വാങ്ങി റെഡി ആയിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിന്ന് ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആരി വർക്കിൻ്റെ ബേസിക് സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച്. അത് എല്ലാവരും നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സീവിങ് ത്രെഡാണ്. എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യാനാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ത്രെഡിൽ തന്നെ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ത്രെഡിൽ നോട്ടിടാം. അതിനായിട്ട് നൂലിങ്ങനെ പിടിച്ച് വെച്ച് വിരലിലൊരു 2-3 പ്രാവശ്യം ചുറ്റിയിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ നമുക്കൊരു നോട്ട് കിട്ടും. എന്നിട്ട് ആ നോട്ടിനെ അങ്ങനെ നമ്മുടെ തേർഡ് ഫിംഗർ, അതായത് മിഡിൽ ഫിംഗറും അതുപോലെ ഫസ്റ്റിലുള്ള ഫിംഗർ, അതായത് തം ഫിംഗറും കൂടി ചേർത്ത് ആ നോട്ടിനെ പിടിക്കണം. എന്നിട്ട് ബാക്കി ത്രെഡിന് അങ്ങനെ സെക്കൻഡ് ഫിംഗറിലോട്ട് ചുറ്റി കൊടുത്ത് ആ നൂലും അതേ പ്ലേസിൽ തന്നെ പിടിച്ചിങ്ങനെ വച്ചിരിക്കണം. ഇതിങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ ഈ ഫ്രെയിമിൻ്റെ അടിഭാഗത്താണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് മുകളിൽ നിന്ന് ആ നീഡിൽ അകത്തേക്ക് വിട്ടതിന് ശേഷം ആ നീഡിലിൻ്റെ അറ്റത്ത് ഭാഗം, ആ ഹുക്കിരിക്കുന്ന ഭാഗം വെച്ച് ഇങ്ങനെ വലിച്ചെടുക്കും. അതായത് ഈ ത്രെഡിനെ കയ്യിൽ ഇങ്ങനെ കറക്റ്റായി പിടിച്ചതിന് ശേഷം ഈ നീഡിൽ കൊണ്ട് ഇങ്ങനെ വലിച്ചെടുത്തൊന്ന് പ്രാക്ടീസ് ചെയ്യണം. 1-2-3 പ്രാവശ്യം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. കണ്ടല്ലോ, ഇതുപോലെ നിങ്ങളൊന്ന് ഒരു 5-6 പ്രാവശ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ അടിഭാഗത്ത് ചെയ്യുന്ന പ്രോസസ്സ് ആദ്യം കാണിക്കാം. ആദ്യം മുകളിൽ നിന്ന് താഴോട്ട് നീഡിൽ കുത്തിയെടുത്തതിന് ശേഷം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അങ്ങനെ അത് വലിച്ച് ആ നൂലിനെ അങ്ങ് മുകളിലോട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ ആ കൈ അങ്ങ് വിട്ടു കൊടുക്കണം. അതിനുശേഷം ഇനി നമ്മൾ കൈ പിടിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി നമ്മൾ ഫുള്ളും ഈ രീതിക്കാണ് നൂല് പിടിക്കുന്നത്. എന്നിട്ട് അടുത്തതുപോലെ നൂലൊന്ന് താഴത്തേക്ക് കുത്തിയെടുക്കുക. ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കണം. അതുപോലെ മുകളിലോട്ട് എടുക്കണം. വീണ്ടും അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴേക്ക് ഇതിങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതിയാവും. കണ്ടോ, ഇതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ ചെയ്യേണ്ടത്. ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി നമുക്ക് മുകളിലുള്ള പ്രോസസ്സ് കാണാം. അതുപോലെ ഈ നൂല് നമ്മൾ അടിഭാഗത്ത് എടുക്കുമ്പോൾ ഇതിങ്ങനെ ഒരു ബൗളിലിട്ടിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഇതാ ഞാനിവിടെ ഒരു ചെറിയ ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ലൈനിന് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ഈ നീഡിലിൻ്റെ ഈ വളഞ്ഞ ഭാഗം നമ്മൾ എങ്ങോട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നു ആ ഭാഗത്ത് നോക്കിയിരിക്കണം. അതായത് ആ ലൈനിനെ നോക്കി വെക്കണം. വെച്ചിട്ട് വേണം ഈ നീഡിനെ കുത്തിത്താഴ്ത്തി കൊടുക്കാൻ. അതുപോലെ തന്നെ നീഡിലിനെ 90 ഡിഗ്രിക്ക് പിടിക്കണം. അതായത് ചരിച്ച് പിടിക്കാതെ ഇങ്ങനെ കുത്തനെ പിടിക്കണം. ഞാനൊന്ന് വീഡിയോയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് ശകലം ചരിച്ച് പിടിച്ചിരിക്കുന്നു. എന്നിട്ട് അടിവശത്ത് നൂലങ്ങനെ കറക്കി കൊടുക്കണം. എന്നിട്ട് ഈ നീഡിൽ പുറത്തെടുക്കുമ്പോൾ അത് ഓപ്പോസിറ്റ് സൈഡ് കറക്കി കൊടുത്തിട്ട് വേണം അങ്ങനെ വലിച്ച് പുറത്തെടുക്കാൻ. ഇങ്ങനെ എടുത്തതിന് ശേഷം വീണ്ടും ആ നീഡിലിൻ്റെ ഹൂക്ക് ആ ലൈനിനെ നോക്കി ഒന്ന് തിരിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ പഠിക്കുന്നത് കൊണ്ട് ഈ സ്റ്റിച്ച് ഒന്ന് വലുതായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി. കുറച്ച് പഠിച്ചതിന് ശേഷം നമുക്ക് ചെറുതായിട്ടിടാം. ഇനി ആ നീഡിലിൻ്റെ മുന ലൈനിൽ നോക്കി വെച്ചിട്ട് അങ്ങനെ കുത്തി താഴ്ത്തണം. അതിനുശേഷം താഴെ നൂല് കറക്കി കൊടുക്കണം. അതിനുശേഷം ഇത് പുറത്തെടുക്കുമ്പോൾ തിരിച്ച് ഒരു ടേൺ ചെയ്തിട്ട് വേണം പുറത്തെടുക്കാൻ. ഇപ്പോൾ നോക്കിക്കേ, ആ നീഡിൽ ആ ക്ലോത്തിൻ്റെയും അതുപോലെ ആ നൂലിൻ്റെയും അടുത്ത് വരുമ്പോൾ വേണം അങ്ങനെ തിരിച്ചു കൊടുക്കാൻ. അല്ലാതെ നമ്മൾ തിരിച്ചെടുത്താൽ നമുക്ക് താഴെയുള്ള നൂല് മുകളിലേക്ക് വരത്തില്ല. അങ്ങനെ എടുത്തതിന് ശേഷം വീണ്ടും ലൈനിൽ നോക്കി തിരിച്ചിട്ട് അകത്തേക്ക് പോകണം. വീണ്ടും താഴേക്ക് നൂല് അങ്ങനെ കറക്കി കൊടുത്തിട്ട് വീണ്ടും അതുപോലെ വലിച്ചെടുക്കുമ്പോൾ അതങ്ങനെ പുറത്ത് വരുന്ന സമയത്ത് വേണം ആ നീഡിലിനെ ഒന്ന് തിരിച്ചു കൊടുക്കാൻ. ഒന്നുകൂടി ശ്രദ്ധിച്ച്, ആദ്യം നമ്മൾ നീഡിൽ താഴ്ത്തി കൊടുക്കുമ്പോൾ ലൈനിൽ നോക്കി ഹൂക്കിരിക്കണം. അതിനുശേഷം തിരിച്ചെടുക്കുമ്പോൾ നമ്മളെ നോക്കിയിട്ടാണ് അതിരിക്കേണ്ടത്. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ലൈനിൽ നോക്കി ഒരു ടേൺ, എന്നിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നോക്കി ഒരു ടേൺ, അതുപോലെ തന്നെ ലൈനിൽ നോക്കി ഒരു ടേൺ, അത് വീണ്ടും തിരിച്ചെടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നോക്കി ഒരു ടേൺ. ഒന്നുകൂടി നോക്കിക്കോ. ആദ്യം നൂലിങ്ങനെ വലിച്ചെടുത്ത് നമ്മുടെ ഹൂക്ക് ലൈനിൽ നോക്കി ടേൺ ചെയ്തിട്ട് അകത്തേക്ക് പോകണം. എന്നിട്ട് അകത്തേക്ക് നൂല് ചുറ്റി കൊടുത്തതിന് ശേഷം മുകളിലോട്ട് എടുക്കുമ്പോൾ ഇതൊന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഇതാ ഈ ക്ലോത്തിൻ്റെയും നൂലിൻ്റെയും അടുത്ത് വരുമ്പോൾ വേണം തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ ടേൺ ചെയ്തെടുക്കാൻ. വീണ്ടും ലൈനിൽ നോക്കി ടേൺ ചെയ്തിട്ട് വേണം ഹൂക്ക് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്യാൻ.
ഇതിങ്ങനെ നിങ്ങൾ കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് വരത്തുള്ളൂ. ഡെയിലി 1 മണിക്കൂർ വെച്ച് ഒരു 2-3 ദിവസമെങ്കിലും നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഈ ത്രെഡ് യൂസ് ചെയ്തിട്ട് മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജരി ത്രെഡും സിൽക്ക് ത്രെഡും യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഡയറക്ഷനിൽ നിങ്ങൾക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തന്നു. ഇനി നമുക്ക് ഡയറക്ഷൻ മാറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അതിനു മുൻപേ ഇത് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. നമുക്കിപ്പോൾ ടെമ്പററി ആയിട്ട് ഒരു നോട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാം. എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ നോട്ട് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ തൽക്കാലത്തേക്ക് നമുക്കൊരു നോട്ടിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അതിനായിട്ട് ഈ നൂലിങ്ങനെ പുറത്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടിവശത്തുള്ള നൂലങ്ങ് വലിച്ചെടുത്താൽ മതി. മുകൾ ഭാഗത്ത് നിൽക്കുന്ന നൂല് നമുക്ക് താഴേന്ന് മുകളിലോട്ട് നീഡിൽ കൊണ്ടുവന്ന് ആ ഹൂക്ക് വഴിക്ക് അതിനങ്ങ് താഴേക്ക് എടുത്തു കൊടുത്ത് അങ്ങനെ മാത്രം വിട്ടാൽ മതിയാകും. അങ്ങനെ ടെമ്പററി ആയിട്ട് ഒരു നോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്തു ഇങ്ങനെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ. അതിനായിട്ട് ഈ നീഡിൻ്റെ ഹൂക്ക് ഇപ്പുറത്തെ സൈഡായിട്ട് വേണം തിരിച്ചെടുക്കാൻ. ഇതാ ഇങ്ങനെ ലയന നോക്കി തിരിച്ച് താഴേക്ക് നീഡിൽ കൊണ്ടുപോയിട്ട് താഴെ ചുറ്റി കൊടുത്തതിന് ശേഷം നീഡിലിനെ ഇപ്പുറത്തെ വശത്ത് തിരിച്ചിട്ട് മുകളിലോട്ട് എടുക്കണം. വീണ്ടും ലയന നോക്കി തിരിച്ച് താഴേക്ക് പോകണം. തിരിച്ചെടുക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ടേൺ ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മുകളിൽ നിന്ന് താഴോട്ടും താഴെ നിന്ന് മുകളിലോട്ടും കൂടി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്.